എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒടുവിൽ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം 11 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്. കേരളത്തിന്റെ ചുമതലയുള്ള AICC നേതാവ് ദീപാദാസ് മുൻഷി ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് പേര് വെളിപ്പെടുത്തിയത്. KC വേണുഗോപാൽ, V.D. സതീശൻ, രമേശ് ചെന്നിത്തല എന്നീ മുതിർന്ന 3 നേതാക്കന്മാർ മുഖ്യമന്ത്രി പദവിക്കായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. നീണ്ട ചർച്ചകൾക്കും വിലയിരുത്തലിനുമൊടുവിലാണ് V.D. സതീശനെ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തത്. 10 വർഷത്തെ ഇടത് ഭരണത്തിന് വിരാമമിട്ട് കേരളം ആരുടെ കൈകളിലേക്കാണ് എന്നതിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ഒന്നടങ്കം ജനങ്ങളും പറഞ്ഞത് V.D. സതീശനെ തന്നെയാണ്. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായത്. മനസ്സറിഞ്ഞ മനുഷ്യൻ ഇനി കേരളത്തിന്റെ മുഴുവൻ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ശേഷം ജനകീയമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് V.D. സതീശൻ. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാൻ AICCയിൽ നിന്നും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് V.D. സതീശനുണ്ടായത്. ശക്തമായിട്ടുള്ള ജനപിന്തുണയാണ് V.D. സതീശനിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ എത്തിച്ചത്. ഇലക്ഷൻ ഒരുങ്ങിയപ്പോൾ ഇത്തവണ 100 സീറ്റ് തികച്ചിട്ടില്ല എങ്കിൽ രാഷ്ട്രീയ വനമാസമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് സതീശൻ വിസ്മയം തീർത്തത്. സതീശനൊഴികെ മറ്റൊരു ആളും 100 സീറ്റ് എന്ന മാന്ത്രിക സംഖ്യയിൽ വിശ്വാസമർപ്പിച്ചിരുന്നില്ല. ഫലം പുറത്തു വന്നപ്പോൾ കേരളമാകെ UDFന് 102 സീറ്റ് എന്ന വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ഇന്ന് MLA-മാരുടെ യോഗം ചേർന്നിട്ടുണ്ട്. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ ശനിയാഴ്ച എന്ന് പറഞ്ഞിരുന്നു എങ്കിലും തിങ്കളാഴ്ചത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഭരണകാര്യങ്ങളിലേക്ക് കടക്കാനാണ് സാധ്യത. കൂടുതൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തേക്കും. ആർപ്പ് വിളിച്ചവർ കല്ലെറിയരുത് എന്ന് AK ആന്റണി ഓർമ്മിപ്പിച്ചു. പാപ്പരായ സംസ്ഥാനമാണ്, സതീശന് സമയം നൽകണമെന്നും അദ്ദേഹം ജനങ്ങളോട് ഓർമ്മിപ്പിച്ചു. ജനപ്രിയ പ്രഖ്യാപനങ്ങൾ തുടക്കത്തിൽ തന്നെ പ്രതീക്ഷിക്കാവുന്ന സാമ്പത്തിക അവസ്ഥയിലല്ല ഇടതുപക്ഷം ഇറങ്ങിപ്പോയിട്ടുള്ളത് എന്നും AK ആന്റണി വ്യക്തമാക്കി. ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടങ്ങളായി 3000 രൂപയിൽ എത്തിക്കുന്നത് ഉൾപ്പെടെ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ, ഉമ്മൻചാണ്ടി ഇൻഷുറൻസ്, സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ, BPL വിഭാഗത്തിന് സൗജന്യ ഡയാലിസിസ്, ആന്റി റാഗിംഗ് ആക്ട് നടപ്പിലാക്കുക, റബ്ബറിന് 300 രൂപ താങ്ങുവില, സംസ്ഥാന വ്യാപകമായി ഇന്ദിരാ ക്യാൻറ്റീൻ കുറഞ്ഞ വിലക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതി, ആശാവർക്കർമാരുടെ കുറഞ്ഞ വേതനം 700 രൂപയാക്കുക എന്നീ പ്രഖ്യാപനങ്ങൾ, എന്നീ വാഗ്ദാനങ്ങളാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF നൽകിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ആദ്യം നടപ്പിലാവാൻ പോകുന്നത് സംസ്ഥാനത്തെ മുഴുവൻ സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്നതാണ്. സൗജന്യ KSRTC യാത്രാ നടപടികൾക്കുള്ള ഒരുക്കങ്ങൾ സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. എത്ര സ്ത്രീകളാണ് KSRTCയിലൂടെ യാത്ര ചെയ്യുന്നത് എന്നുള്ള കണക്കെടുപ്പ് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തുടക്കത്തിൽ ക്ഷേമ പെൻഷൻ 2000 രൂപ തന്നെയാണ് ലഭിക്കുക. അടുത്ത ബജറ്റിലായിരിക്കും ചെറിയ വർധനവുണ്ടാകുക. അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇടക്കാല ബജറ്റാണ്. സമ്പൂർണ്ണ ബജറ്റ് ഫെബ്രുവരിയിലോ ജനുവരിയിലോ ആണ് നടക്കുക. ആ ഒരു സമയത്തായിരിക്കും ആദ്യ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുക. 100 രൂപയോ 200 രൂപയായിരിക്കും വർദ്ധിപ്പിക്കുക. അതുവരെ എല്ലാ മാസവും 2000 രൂപ തന്നെ മുടങ്ങാതെ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മെയ് മാസത്തെ പെൻഷൻ വിതരണം പതിവ് പോലെ 25-ാം തീയതിയോടുകൂടി ഉണ്ടാകും. കയ്യിലും ബാങ്കിലും പെൻഷൻ തുക ഇപ്പോൾ ലഭിക്കുന്നത് പോലെ തന്നെ ലഭിക്കുന്നതാണ്. നേരത്തെ തന്നെ ഉത്തരവ് വന്നതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ പണം അനുവദിച്ച് വിതരണം ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ നടപടികൾ എങ്ങനെയെന്ന് കാത്തിരുന്ന് കാണാം. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശിക നൽകും എന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രവാസി പെൻഷൻ, ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ എന്നീ പെൻഷനുകളെല്ലാം കുടിശ്ശിക തീർത്ത് നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ജനപ്രിയ മുഖ്യമന്ത്രിയായി മുന്നോട്ടു പോകാൻ പുതിയ മുഖ്യമന്ത്രി V.D. സതീശനാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.